നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് അനുഭവ സമ്പത്തും സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറി പരമസുഖ സൗഭാഗ്യത്തോടെ കഴിയുകയാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇന്നും പല പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യുന്നുമുണ്ട്. നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുമ്പോഴാണല്ലോ ഒരു ജീവിതമാകുന്നത്. ഇവിടെ ഞാൻ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലുണ്ടായ ചില സംഭവങ്ങൾ, അതായത് വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതുമായ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ജാനകിയമ്മയും യേശുദാസും ഒക്കെ പാടിയ പാട്ടുകളെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പങ്കുവച്ചിട്ടുള്ളതാണല്ലോ. ഇളം മഞ്ഞിൻ കുളിരുമായി എന്നുള്ള പാട്ടിന്റെ ചിത്രീകരണ വേളയിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രം വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് പൂർത്തിയാക്കിയ ഒരു സിനിമയാണ്. 15 ദിവസത്തെ ഷൂട്ടിങ്ങും പിന്നെ ഒരു സോങ് എടുക്കാനായി ഒരു ദിവസത്തെ അഡീഷണൽ ഷൂട്ടിങ്ങും കൂടെ ചേർത്ത് മൊത്തം 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു ചിത്രമാണ് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമ. 16 ദിവസം കൊണ്ട് ഫുൾ ചിത്രം പൂർത്തിയാക്കി. ഈ ചിത്രത്തിന്റെ ആകെ മുടക്ക് മുതൽ ഏകദേശം 7.5 ലക്ഷത്തോളം രൂപയാണ്. സൂപ്പർ ഹിറ്റായ സിനിമയിലെ സൂപ്പർ ഹിറ്റായ സോങ് ആണല്ലോ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന് തുടങ്ങുന്ന ആ ഗാനം. ഇന്നും യൂട്യൂബിൽ ടോപ്പ് 10-ൽ ഒന്നാണ്, ഒപ്പം എവർഗ്രീൻ ഗാനങ്ങളിലും ഒന്നാണ്. ഇതിലെ ക്ലൈമാക്സ് സോങ്ങിന്റെ ചിത്രീകരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഷൂട്ടിംഗ് ഒക്കെ തീർത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു സമയം. ഇനി എടുക്കാനുള്ളത് വളരെ പണച്ചിലവുള്ള ഒരു സീക്വൻസ് ആണ്. അതായത് അതൊരു ക്ലൈമാക്സ് സോങ് ആണ്. നായിക ഒരു ഓഡിറ്റോറിയത്തിൽ വലിയൊരു സദസ്സിന്റെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ പാട്ടിനൊടുവിൽ നായകൻ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് വേദിയിലേക്ക് കയറി ചെന്ന് മരിച്ചു വീഴുന്ന രംഗം നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമല്ലോ. ഇതിലേക്കായി വലിയൊരു ഓഡിറ്റോറിയം വേണം, അത് നിറയെ ആൾക്കാർ വേണം, ഒപ്പം ഓർക്കസ്ട്ര വേണം, കൂടാതെ സാധാരണ ഷൂട്ടിങ്ങിനുള്ള മറ്റ് ചെലവുകളും. കയ്യിലാണെങ്കിൽ അത്യാവശ്യ ഭക്ഷണത്തിന് മറ്റുമുള്ള കാശേ ഉള്ളൂ. പണമില്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ചിന്ത. മോഹൻലാൽ മറ്റൊരു ഷൂട്ടിങ്ങുമായി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. വൈകുന്നേരങ്ങളിലാണെങ്കിൽ എത്താമെന്ന് ഏറ്റിട്ടുമുണ്ട്. ആദ്യമായി വേണ്ടത് ഒരു വലിയ ഓഡിറ്റോറിയമാണ്. അതിനെന്ത് വഴി എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു വന്നത് അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു സ്വയംവര ടെക്സ്റ്റൈൽസ് എന്ന ഒരു ജവളിക്കടയായിരുന്നു. അതിന്റെ ഉടമ സ്വയംവര കണ്ണനെ ഞാൻ ചെന്ന് കണ്ടു. മോഹൻലാൽ ഉൾപ്പെട്ട ഒരു സിനിമയുടെ ഒരു സ്റ്റേജ് സോങ് ചിത്രീകരിക്കാനുണ്ട്. സ്റ്റേജിന്റെ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് നിങ്ങളുടെ കടയുടെ ബാനർ വെക്കാം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്തുള്ള സെനറ്റ് ഹാൾ ഒന്ന് ബുക്ക് ചെയ്ത് തന്നാൽ മതിയെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം പണം മുടക്കി ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് തന്നു, ഒപ്പം ബാനറും ശരിയാക്കി തന്നു. ഇനി അടുത്ത ആവശ്യം ഹാളിലേക്ക് നിറയെ VIP ഓഡിയൻസിനെ വേണം. അതിന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ സംഘടിപ്പിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടി വരും. ഓട്ടക്കീശയുമായി നിൽക്കുന്ന ഞാൻ മറ്റൊരു വഴി കണ്ടുപിടിച്ചു. അതിനും പരിഹാരമുണ്ടാക്കി. ചിത്രീകരിക്കേണ്ട സോങ്ങിനെ ഞാനൊരു സ്റ്റേജ് പ്രോഗ്രാമാക്കി മാറ്റി ഒരു ഇൻവിറ്റേഷൻ കാർഡും പ്രിന്റ് ചെയ്തു. ഓർക്കസ്ട്രയുടെ ചുമതല MG ശ്രീകുമാർ ഏറ്റു. ആ പ്രോഗ്രാമിന്റെ ഓഡിയോ റൈറ്റ്സ് ആയിരുന്നു അവരുടെ പ്രതിഫലം. ഇൻവിറ്റേഷൻ കാർഡിൽ പ്രിന്റ് ചെയ്തിരുന്നത് MG ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയിൽ മോഹൻലാൽ പങ്കെടുക്കുന്നു, ഒപ്പം കുതിരവട്ടം പപ്പു, ആലപ്പി അഷ്റഫ് എന്നിവരുടെ മിമിക്രി ഉണ്ടായിരിക്കും, ഒപ്പം ഷൂട്ടിംഗും കാണാം, പ്രവേശനം സൗജന്യം. ഈ ഇൻവിറ്റേഷൻ തിരുവനന്തപുരത്തെ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, ട്രിവാൻഡ്രം ക്ലബ്ബ്, അങ്ങനെയുള്ള എല്ലാ ക്ലബ്ബുകളിലും ഞങ്ങൾ വിതരണം ചെയ്തു. ഇൻവിറ്റേഷൻ കാർഡുകൾ വാങ്ങിയ ക്ലബ്ബ് ഭാരവാഹികൾ വരാമെന്നേൽക്കുകയും 6 മണി മുതൽ 9 മണി വരെ മാത്രമായിരിക്കും അവർ ഇരിക്കുക എന്നുള്ളൊരു കണ്ടീഷനും അവർ വെക്കുകയുണ്ടായി. അപ്പോൾ ഓഡിയൻസിനെ ലഭിക്കുന്നത് ആകെ 3 മണിക്കൂർ മാത്രമാണെന്ന് ഓർക്കണം. എന്നാൽ ഞങ്ങൾ രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്ന് ക്യാമറാമാൻ S കുമാറിന്റെ നേതൃത്വത്തിൽ ലൈറ്റിങ്ങും മറ്റും ആരംഭിച്ചു. ഷൂട്ടിങ്ങിന് ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കുകയും എടുക്കേണ്ട ഷോട്ടുകളെല്ലാം നേരത്തെ തീരുമാനിക്കുകയും ചെയ്തു. കൃത്യം 6 മണിക്ക് തന്നെ ഓഡിറ്റോറിയം VIP-കളെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ക്യാമറ പൊസിഷൻ മാറുന്നതിനനുസരിച്ചുള്ള ഇടവേളകളിലെല്ലാം ഓഡിയൻസിനായി പാട്ടുകളും മിമിക്രികളും ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. മോഹൻലാലും ഒരു പാട്ട് പാടി. അങ്ങനെ 9 മണിയായപ്പോൾ ഓഡിറ്റോറിയം കാലി. അവിടുത്തെ ഷൂട്ടിങ്ങും ഫിനിഷായി.
പിന്നീട് പാട്ടിന്റെ ഇടയിൽ വരുന്ന മോഹൻലാലുമായിട്ടുള്ള ബലപ്രയോഗ രംഗങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിന്റെ എൻട്രൻസിൽ വെച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ പാട്ടിന്റെ ചിത്രീകരണം പൂർത്തിയാക്കാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ടവരുടെ കൂട്ടായ പരിശ്രമവും ഒപ്പം ഓഡിയൻസിന്റെ സഹകരണവും കൊണ്ട് മാത്രമാണ്. കാരണം മോഹൻലാൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുമ്പോൾ ഓഡിയൻസ് എല്ലാം ഒന്ന് ചാടി എഴുന്നേൽക്കണം എന്നുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന അവർ വളരെ ഭംഗിയായി നിർവഹിച്ചു തന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു രംഗം ചിത്രീകരിക്കണമെങ്കിൽ നിരവധി ലക്ഷങ്ങളും നിരവധി ദിവസങ്ങളും തന്നെ വേണ്ടി വന്നേക്കാം. ഈ ചിത്രത്തിൽ മറക്കാനാവാത്ത മറ്റൊരനുഭവം കൂടി എനിക്കുണ്ട്. ഒരമ്മ തന്റെ മകളെയും കൂട്ടി അഭിനയിക്കാൻ അവസരം ചോദിച്ച് എൻ്റെ അടുക്കൽ വന്നത്. ഒരിക്കൽ ഷൂട്ടിങ്ങിന് പുറപ്പെടാൻ വേണ്ടി രാവിലെ ഞാൻ തയ്യാറാകുമ്പോൾ ഹോട്ടൽ മുറിയിലെ ബെല്ലിന്റെ ശബ്ദം കേട്ട് ഞാൻ ചെന്ന് കതക് തുറന്നു. വാതിക്കൽ അതാ നിൽക്കുന്നു ഒരു അമ്മയും 10-16 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും. ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് എന്ന് തോന്നിക്കുന്ന ഒരു അമ്മയും മകളും. ആ മകൾ ധരിച്ചിരുന്നത് ഒരു പാവാടയും ഒരു ലോങ് ബ്ലൗസുമായിരുന്നു. ആ അമ്മയുടെ ആവശ്യം മകളെ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കുട്ടി എന്ത് ചെയ്യുകയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സാർ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. അവൾക്ക് അഭിനയത്തിൽ തന്നെ തുടരണമെന്നാണ് ആഗ്രഹമെന്നും അവർ പറഞ്ഞു. ഇത് കേട്ട ഞാൻ ആ തള്ളയോട് കയർത്തു. ഈ കുട്ടിയെ നിങ്ങൾ നശിപ്പിക്കാൻ കൊണ്ടു നടക്കുകയാണോ? അതിന്റെ പഠിത്തവും കളഞ്ഞ് ഭാവിയും തൊലച്ചാലേ നിങ്ങൾക്ക് സമാധാനമാവുകയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അത് കേട്ടപാടെ ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞുകൊടു സാറേ, പറഞ്ഞുകൊടു. ഇവള് വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന് വിടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ മുറി അടച്ച് അതിനകത്ത് ഭക്ഷണവും കഴിക്കാതെ ഇരിക്കുകയാണ്. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് ഭയന്നിട്ട് അവളുടെ അച്ഛൻ പറഞ്ഞു അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന്, അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന്. അങ്ങനെയാണ് ഞാൻ സാറിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ചിലരൊക്കെ പറയുന്നു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സംവിധായകന്റെയും ക്യാമറാമാന്റെയും കൂടെയൊക്കെ സഹകരിക്കണമെന്നും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. ഇത് കേട്ട എനിക്ക് ആകെ വിഷമവുമായി എൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. ആ കുട്ടിയോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുക. അത് കഴിഞ്ഞ് മോൾക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാം, അതിന് ഞാൻ ഉറപ്പും തരാം. അങ്ങനെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് അവളെ സമാധാനിപ്പിച്ചപ്പോൾ അവൾ സമ്മതമായി തലയാട്ടി. ആ അമ്മ എന്നോട് ഒരുപാട് നന്ദിയും പറഞ്ഞ് അവളെയും കൂട്ടി അവിടുന്ന് പോവുകയും ചെയ്തു. 3-4 ദിവസം കഴിഞ്ഞ് മോഹൻലാൽ വന്ന് ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്തപ്പോൾ എന്നോട് മോഹൻലാൽ ചോദിച്ചു, അണ്ണാ, ഒരു അമ്മയും മോളും ചാൻസ് ചോദിച്ച് അണ്ണന്റെ അടുത്ത് വരികയും അണ്ണൻ അവരെ ഉപദേശിച്ച് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു എന്ന്. പാവങ്ങളാണ് ലാലെ, ഒന്നും അറിയാതെ പഠിത്തവും കളഞ്ഞ് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. അല്ല, ഈ വിവരം ലാൽ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ലാൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ വിവരമാണ്. എന്നാൽ ഇവിടെ നിന്ന് ആരോ അവരെയും കൂട്ടി മറ്റൊരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ പറയും, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, മോളെ അഭിനയിപ്പിക്കുക തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും 2 ദിവസം കഴിഞ്ഞാണ് അവർ തിരിച്ചു പോയതെന്നും ഞാൻ അറിഞ്ഞു. എന്നാണ് പറയപ്പെടുന്നതെന്ന് മോഹൻലാൽ എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ആ അമ്മ അതൊന്നും കേട്ടില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമം തോന്നി. ഒരു സിനിമയിലും ആ കുട്ടിയെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു ദുരനുഭവം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോർത്ത് അവൾ ഇന്ന് ദുഃഖിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ഒരു തുടർക്കഥ പോലെ ഇന്നും തുടരുകയാണ്. ഇവിടെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കളാണ്. മറ്റൊരു അനുഭവ കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.